തീരദേശ ഹൈവേ ആശങ്കയുമായി കന്നുവീട് കടപ്പുറം നിവാസികൾ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. തീരദേശ ഹൈവേ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ അറിയിച്ച് വലിയപറമ്പ് കന്നുവീട് കടപ്പുറം നിവാസികൾ. വലിയപറമ്പ് പഞ്ചായത്ത് ഹാളിൽ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നാട്ടുകാർ ആശങ്കകൾ പങ്കുവച്ചത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് M. രാജഗോപാലൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. കാരണം ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ അതിന്റെ അധികൃതർക്കും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ തന്നെ പരിശോധനയൊക്കെ നടന്നതിന് നമ്മൾ തടസ്സമല്ല. പക്ഷെ ഒറ്റയടിക്ക് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഈ വികസന പ്രവർത്തനം തന്നെ ഇല്ലാണ്ടാക്കിയാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്തും ഇനി ഇങ്ങനെയുള്ള ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം നമുക്ക് ലഭ്യമാവില്ല. കാരണം അത് കിഫ്ബി ഫണ്ടും അത്തരം സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് സർക്കാർ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വളരെ ശക്തമായി തന്നെ നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. വികസനത്തിന് നല്ല രീതിയിൽ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കാണേണ്ടതല്ല. നമുക്ക് ആരെയും വ്യക്തിഗതമായ താല്പര്യമല്ലല്ലോ, നമ്മുടെ നാടിന്റെ താല്പര്യം. കാരണം നമ്മുടെ ഈ വികസനത്തോടൊപ്പം നിൽക്കുന്ന നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവും, ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ നാളത്തെ തലമുറ അങ്ങോട്ട് ചോദിക്കണം, നാട് അത് പുരോഗമിക്കാൻ സാധ്യതയുള്ള ഈ കാലമേറെ മാറിയ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വികസന സാധ്യത നമ്മുടെ കയ്യിൽ വന്നിട്ടും അത് തട്ടി അകറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ നമുക്ക് ചരിത്രം മാറുന്നില്ല. വലിയപറമ്പ് പഞ്ചായത്തിൽ 15 കിലോമീറ്ററിലധികം ദൈർഘ്യത്തിലാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നത്. വീടുകൾ നഷ്ടപ്പെടുന്നതിന്റെ ആവലാതികളാണ് യോഗത്തിൽ പങ്കെടുത്തവർ പങ്കുവച്ചത്. കന്നുവീട് കടപ്പുറം, തൃക്കരിപ്പൂർ കടപ്പുറം മേഖലയിൽ പദ്ധതിക്കായി നേരത്തെ ഒരു വീട് പൊളിച്ചു നീക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള മാർക്കിംഗ് ആരംഭിച്ചതോടെയാണ് കൂടുതൽ വീടുകൾ നഷ്ടപ്പെടും എന്ന് മനസ്സിലായത്. ജനവാസ കേന്ദ്രങ്ങൾ ഒഴിച്ചു നിർത്തി തീരപ്രദേശത്തു കൂടി ഹൈവേ നിർമ്മിക്കണം എന്ന ആവശ്യമാണ് പൊതുവിൽ ഉന്നയിക്കപ്പെടുന്നത്. നിരവധി വീടുകൾ പൊളിച്ചു നീക്കുമ്പോഴും ഒരു റിസോർട്ട് പോലും അലൈൻമെന്റിന്റെ പരിധിയിൽ വരുന്നില്ല എന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്കുള്ള സാമ്പത്തിക പാക്കേജുകളും പലരും അംഗീകരിക്കാൻ തയ്യാറായില്ല. അനന്തമായ വികസന സാധ്യതയുള്ള പദ്ധതി വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് MLA അഭ്യർത്ഥിച്ചു. പരമാവധി നഷ്ടപ്പെടാതിരിക്കാൻ നടപടിയുണ്ടാകുമെന്നും MLA കൂട്ടിച്ചേർത്തു. ഇതിനായി പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച ഹൈടെക് ഏജൻസിയോടൊപ്പം പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തും. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് KP, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയദീപ് K, പ്രൊജക്ട് എഞ്ചിനീയർ അക്ഷയ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.